നമ്മൾ ഈ പ്രഭാഷണത്തിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ കേട്ടാലും പഠിച്ചാലും ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന പാഠത്തിന് തുല്യമാവുകയില്ല. ഓരോ ദിവസവും നമുക്ക് ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ. ഇന്ന് തന്നെ പത്രം നിവർത്തി നോക്കിയപ്പോൾ, പെട്ടെന്ന് പത്രം വായിച്ചപ്പോൾ, വാർത്തയിൽ കൂടി കടന്നു പോയപ്പോൾ പരീക്ഷിത്ത് രാജാവിനെയാണ് ഓർമ്മ വന്നത്. പരീക്ഷിത്ത് രാജാവിനെ നിങ്ങൾക്കറിയാം. തക്ഷകൻ്റെ ശാപം കൊണ്ട് അതിൽ നിന്ന് മുക്തനാകാൻ കഴിയാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന്. അവസാനം ഏറ്റവും നല്ല കാര്യം എന്നുള്ള നിലയ്ക്ക് ഭാഗവതം ശ്രവിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതനുസരിച്ച് ശുകൻ അദ്ദേഹത്തിന് സത്സംഗം നടത്തിക്കൊടുത്തു. അതാണ് ഭാഗവത സപ്താഹം ആയിട്ട് അറിയപ്പെടുന്നത്, ആദ്യത്തെ ഭാഗവത സപ്താഹം. ഇന്ന് പത്രം കണ്ടപ്പോൾ അത് നടത്തിയെങ്കിലും, ഭാഗവത സപ്താഹം നടത്തിയെങ്കിലും പരീക്ഷിത്ത് മഹാരാജാവിന് ആ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞില്ല. ആ ശാപം ഏതുപോലെയാണോ സംഭവിക്കേണ്ടതായിട്ടുള്ളത് അതുപ്രകാരം തന്നെ സംഭവിച്ചു. അതുപോലെ ആ ശാപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി, രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് 7 നിലയിലുള്ള ഒരു മാളിക പണിഞ്ഞ് അതിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. അതുപോലെ ഇന്നത്തെ പത്രത്തിൽ വായിച്ചത്, ലെബനനിൽ ഹിസ്ബുള്ളയുടെ തലവൻ നസ്രള്ള, പരീക്ഷിത് രാജാവ് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് 7 നിലയുള്ള മാളിക പണിഞ്ഞ് അതിന് മുകളിലാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എങ്കിൽ ഹിസ്ബുള്ള തലവൻ നസ്രള്ള 10-30 കൊല്ലമായിട്ട് അതിൻ്റെ തലവനായിരിക്കുന്നയാൾ യാതൊരു തരത്തിലും നാശം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിക്കടിയിൽ സെല്ലാറ് ഉണ്ടാക്കി അതിനകത്താണ് ഇരുന്നത്. പക്ഷേ വിധിയെ ലംഘിക്കുവാൻ ആർക്കും കഴിയില്ല. സമയമായപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് ആ ഇസ്രായേലിൽ നിന്നുള്ള ബോംബ് വർഷം ആ സെല്ലാറിനെ തകർത്ത് തരിപ്പണമാക്കി. ആ നസ്രള്ള തലയില്ലാത്ത തരത്തിലുള്ള ജഡം കണ്ടെടുത്തതായിട്ട് വാർത്ത ഉണ്ട്. ഇത് പറയുന്നതിന് കാരണം നമ്മുടെയും ജീവിതത്തിൽ എല്ലാം ഇതുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ അർജുനൻ്റെ അവസ്ഥ അല്ലേ? ഗംഗാവാലി പുഴയിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, എനിക്ക് തോന്നുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കണം, ആ മണ്ണിടിഞ്ഞ് ആ ലോറി ട്രക്ക് തടിയോടൊപ്പം അതിനകത്തുണ്ടായിരുന്ന ആളിനോടൊപ്പം ഗംഗാവലി പുഴയിൽ മണ്ണിനോടൊപ്പം പോയത്. എന്നിട്ട് 72ാമത്തെ ദിവസം ആ ശവം കിട്ടി. അത് അടക്കം ചെയ്തതിൻ്റെ ചിത്രങ്ങൾ, വാർത്തകൾ എല്ലാം കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ആരായാലും, സംസാരിക്കുന്ന സ്വാമി ആയാലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും, എന്താണോ സംഭവിക്കേണ്ടതായിട്ടുള്ളത് അത് കൃത്യമായിട്ടും സംഭവിച്ചിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പോലും ആ കർമ്മഫലം എങ്ങനെയാണ് ബാധിക്കുന്നത്, ആ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് അർജുനൻ്റെ ശരീരവുമായിട്ടുള്ള ഒരു താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ മറ്റൊരു ശവശരീരം കാത്തു കിടക്കുകയാണ്. ആരുടെ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലവൻ മരിച്ചതിന് ശേഷം ആ ശരീരത്തെ മെഡിക്കൽ കോളേജിൽ പഠനത്തിന് വേണ്ടി കൊടുക്കാം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. എന്നാൽ മകൾ അതനുവദിക്കാതെ മതാചാരപ്രകാരം അടക്കം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കോടതിയെ സമീപിച്ച് അവസാനം മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ ഉള്ള തീരുമാനത്തെ കോടതി തടസ്സപ്പെടുത്തി. താൽക്കാലികമായിട്ട് സ്റ്റേ അനുവദിച്ചു. ഇപ്പോഴും തീരുമാനമായിട്ടില്ല.
മക്കളുമായിട്ട് മക്കൾ രണ്ട് തട്ടിൽ നിൽക്കുന്നു. നോക്കൂ, ജീവൻ പോയി കഴിഞ്ഞിട്ടും ആ ശരീരത്തിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും സ്വാർത്ഥമോഹികളാണ്. എപ്പോഴും പറയാറില്ലേ, എല്ലാവരും സ്വാർത്ഥമോഹികളാണ്. ആ സ്വാർത്ഥത നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ശരിക്കും ഉൾക്കൊണ്ട് നിങ്ങൾ സ്വയം വിലയിരുത്തൽ നടത്തി എത്ര ദിവസമാണോ ഇനി ജീവിക്കാനുള്ളത് അത് വളരെ പരിമിതമാണ് എന്ന് മനസ്സിലാക്കി, ബുദ്ധിപൂർവം മനസ്സിലാക്കി, ഈ ശരീരത്തിൽ നിന്ന് പിരിയാനുള്ള സന്ദർഭം ഏതു നിമിഷവും ഉണ്ടാകാം എന്ന് സ്വയം ബോധിച്ച് ഓരോരുത്തരും ഓരോ മിനിറ്റും കഴിച്ചുകൂടണം. ഏതു നിമിഷമാണ് ആ മരണം വന്ന് നമ്മെ ഈ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ അദ്വൈത അനുഭൂതിയിലൂടെ നാം വിചാരം ചെയ്യുന്ന ആ തത്വങ്ങളെ ശരിക്കും ഉൾക്കൊണ്ട് നിങ്ങളെന്ന് പറയുന്നത് ഈ ശരീരത്തിലെ നാമരൂപധാരിയായ ഞാനല്ല എന്ന് ഗ്രഹിച്ച്, അത് കൃത്യമായിട്ടും ഗ്രഹിക്കണം. ഈ നാമരൂപധാരിയായ ഞാനല്ല. ഹിസ്ബുള്ള തലവനായ നസ്രള്ളയുടെ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കിതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. എന്നാൽ പരീക്ഷിത്ത് രാജാവ് തൻ്റെ ശരീരം വെടിയുന്നതിന് മുൻപ് ആ ബോധത്തിലേക്ക് ഉണർന്ന് തക്ഷകൻ്റെ സിൽബന്തികളെല്ലാം ബ്രാഹ്മണ വേഷധാരികളായിട്ട് കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ച് രാജാവിന് ഫലമൂലാദികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ ഫലങ്ങളിൽ തക്ഷകനും കൂടെ ചേർന്ന് പ്രവേശിച്ച് രാജാവിൻ്റെ സമീപത്ത് എത്തി. അപ്പോൾ ആർക്കും അതിൽ നിന്ന് മോചനമില്ല. കൃത്യമായിട്ടും സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. പക്ഷേ സംഭവിക്കുന്നതിന് മുമ്പ് പരീക്ഷിത്ത് മഹാരാജാവ് ആ ശുകദേവനിൽ നിന്നുള്ള സത്സംഗത്തിലൂടെ സ്വയം തിരിച്ചറിഞ്ഞു, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. അതാണ് അറിഞ്ഞത് അദ്ദേഹം. ഈ പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറയുന്ന നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ നാമരൂപരഹിതമായ ആ ചൈതന്യം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ, തന്നിലെ താൻ എന്ന് അദ്ദേഹം ആ ശുകബ്രഹ്മർഷിയുടെ സത്സംഗത്തിലൂടെ മനസ്സിലാക്കി. എന്നാൽ ഇന്ന് സത്സംഗം നടത്തുന്ന അവസരത്തിൽ ഈ തത്വത്തെ അല്ല അവർ കൂടുതലായിട്ട് പ്രകാശിപ്പിക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെയാണ്. കാരണം നിലനിൽപ്പിന്, അതാണ് നേരത്തെ പറഞ്ഞത്, സ്വാർത്ഥമോഹം എല്ലാ സ്ഥലത്തുമുണ്ട്. സന്യാസിമാരിലുമുണ്ട്, പുരോഹിതന്മാരിലുമുണ്ട്, എല്ലാവരിലും ഈ സ്വാർത്ഥമോഹം ഉണ്ട്. അതുകൊണ്ട് ആ തത്വജ്ഞാനമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ്. അതാണ് പറയുന്നത്, ശ്രവണായ ബിബഹുബിർ യോ നലഭ്യ, കേൾക്കാൻ പോലും കിട്ടുകയില്ല. ഇവിടെ നിങ്ങൾ ഓരോരുത്തർക്കും നിരന്തരമായിട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ നിസ്സാരമാണെന്ന് കണക്കാക്കാതെ വളരെ ഗൗരവമായിട്ട് അതിനെ എടുത്ത് ആ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങളിൽ ചാലിച്ച് ചേർക്കണം. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് പ്രവേശിപ്പിക്കണം. ഈ നാമരൂപധാരിയായിരിക്കുന്ന ഞാനിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തിയെടുക്കണം. ഈ നാമരൂപധാരിയായ ഞാനല്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാക്ടീസ്, അൺവൈൻഡിങ്ങിലൂടെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളിലെ തന്നെ മാറ്റി നിർത്തി, സാക്ഷിഭാവത്തിൽ നിർത്തി, ഞാൻ ഭാവത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സംഭവങ്ങൾ ആ ദിവസം ഉണ്ടായിട്ടുണ്ടോ അതിനെയെല്ലാം
സാക്ഷിഭാവത്തിൽ മാറി നിന്ന് വീക്ഷിക്കുന്നു, നിരീക്ഷിക്കുന്നു. അതാണ് അവിടെ ചെയ്തത്, അല്ലേ? അത് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളിൽ നിന്ന്, നിങ്ങളിലെ ഞാനിൽ നിന്ന്, നിങ്ങളിലെ തന്നെ യഥാർത്ഥ ഞാനിനെ വേർപെടുത്തി നിർത്തി ഞാനിനെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് അന്ന് എന്നുള്ളതിനെ മുഴുവനും നിങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ വീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് നേടി അതിൽ ദൃഢചിത്തരാവുകയാണെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് കർമ്മനിരതനായിരിക്കുന്ന നിങ്ങളിലെ ഞാനിനെ വേർപെടുത്തി നിർത്തി നിങ്ങൾക്ക് താൻ ഭാവത്തിൽ അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കാം. ജാഗ്രത അവസ്ഥയിൽ കർമ്മനിരതനായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ആ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്നിലെ ഞാനിനെ മാറി നിന്ന് വീക്ഷിക്കുവാൻ സാധിക്കും. നിരന്തരമായ ശ്രദ്ധ തന്നിലെ താനിലേക്ക് നിങ്ങൾ പുലർത്തുകയാണെങ്കിൽ അത് ഈ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കണം. നേടിയെടുക്കുന്നില്ലെങ്കിൽ ഈ ജീവിതം കിട്ടിയിട്ട് എന്ത് പ്രയോജനം? എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്ന് മരിച്ചു പോകാൻ ആണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും കിടന്ന് മരിച്ചു പോകും. ഇതെന്തെല്ലാം ഉണ്ടായിട്ടും ഹിസ്ബുള്ള, സലവൻ, നസ്രള്ള ആ കെട്ടിടം ഇടിഞ്ഞു വീണ് തകർന്ന് തരിപ്പണമായി. നസ്രള്ളയുടെ കാര്യം മാത്രമല്ല, പരീക്ഷത്തിൻ്റെയും കാര്യം അതുതന്നെയാണ്. അപ്പോൾ പരീക്ഷത്തിനെ പോലെ ഈ ശരീരം വെടിയുന്നതിന് മുൻപ് എന്താണോ നേടേണ്ടതായിട്ടുള്ളത് എന്ന് ശ്രദ്ധാപൂർവം തീരുമാനിച്ച് വീക്ഷിച്ച് അതിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. വേറെ ആർക്കും അതിന് കഴിയില്ല. അതിന് അറിയേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താ അറിയേണ്ടതായിട്ടുള്ളത്? ആരാണ് താൻ എന്നുള്ളത്. ആരാണ് താൻ? ഈ ശരീരത്തിൽ എന്തെല്ലാമുണ്ട്? ബോധവുമുണ്ട്, ജഡവുമുണ്ട്. നമ്മൾ അടുത്ത മന്ത്രത്തിലേക്ക് വരുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അദ്വൈതാനുഭൂതിയിലെ നമ്മൾ ആ രജ്ജുരന്ധ്രത്തിലെ 34-ാമത്തെ മന്ത്രം പറഞ്ഞു. 35-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ തദ് രജ്ജുരന്ധ്രനാശേഷു നൈവ നശ്യതി സൂര്യഭ തഥാ ക്ഷേത്രവിനാശേഷു നൈവ നശ്യതി സർവഗഃ. തദ് രജ്ജുരന്ധ്രനാശേഷു, ആ കയറുകൊണ്ട് വരിഞ്ഞ കട്ടിലിൽ ഉണ്ടായിരിക്കുന്ന ആ ദ്വാരങ്ങളിലൂടെ കട്ടിലിനടിയിൽ വന്നു പതിക്കുന്ന പ്രകാശവൃത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ കയറ് വരിഞ്ഞിരിക്കുന്ന കട്ടിലിലെ ആ ദ്വാരങ്ങൾ നശിച്ചാലും രജ്ജുരന്ധ്രനാശേഷു നൈവ നശ്യതി സൂര്യഭ, അതിലൂടെ താഴേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്ന സൂര്യപ്രകാശത്തിന് നാശമുണ്ടാകുന്നില്ല. ആ കട്ടിലിൽ വരിഞ്ഞിരിക്കുന്ന കയറിലുള്ള വൃത്തങ്ങൾക്ക്, ദ്വാരങ്ങൾക്ക് ഏതു തരത്തിലുള്ള നാശം സംഭവിച്ചാലും അതിലൂടെ താഴോട്ട് വീഴുന്ന പ്രകാശത്തിന് ഒരു നാശവും സംഭവിക്കുകയില്ല. സൂര്യഭ തദ്വത് നൈവ നശ്യതി സൂര്യഭ തഥാ ക്ഷേത്രവിനാശേഷു നൈവ നശ്യതി സർവഗഃ. അതുപോലെ ക്ഷേത്രവിനാശേഷു, ക്ഷേത്രം ഈ ശരീരം, ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിലിരിക്കുന്നത് കൊണ്ടാണ് ആ ആത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലിരിക്കുന്നവൻ ക്ഷേത്രജ്ഞൻ. ഈ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൻ്റെ നാശം കൊണ്ട് ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ക്ഷേത്രജ്ഞന് യാതൊരു നാശവും ഉണ്ടാവില്ല. ആ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? തന്നിലെ താൻ, തന്നിലെ താൻ, ആത്മചൈതന്യം, തന്നിലെ ഞാൻ. ക്ഷേത്രജ്ഞൻ എന്ന് പറയുമ്പോൾ
പ്രതിബിംബരൂപിയായ ആത്മചൈതന്യത്തെയും ഞാനെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ താൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവവ്യാപിയായ ആ പരമാത്മ ചൈതന്യം. സർവഗഹ, സർവവ്യാപിയായ ആ പരമാത്മ ചൈതന്യത്തിന് നാശം സംഭവിക്കുകയില്ല. അതുപോലെ നിങ്ങളുടെ ശരീരം നശിച്ചാലും ആ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിന് നാശം സംഭവിക്കുകയില്ല. അർജുനൻ്റെ ശരീരം നശിച്ചു. പക്ഷേ അർജുനൻ്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന ആത്മചൈതന്യം ആ പരമാത്മ ചൈതന്യവുമായിട്ട് യോജിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഈ അറിവ് ഉണ്ടായിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് ഈ അറിവിലേക്ക് ഉണർന്നിട്ടില്ല. അതേസമയം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജീവൻ വെടിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം തക്ഷകൻ്റെ സിൽബന്ധികൾ കൊണ്ടുവന്ന ഫലമൂലാദികളിൽ നിന്ന് ഒരു പഴമെടുത്ത് പൊട്ടിച്ച് കഴിക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് കറുത്ത കണ്ണുകളോടുകൂടിയ ഒരു ചുവന്ന പുഴുവിനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതിനെ എടുത്ത് തൻ്റെ കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഇനി നീ എന്നെ കടിച്ചുകൊള്ളൂ. കാരണം എന്താ? ഇനി എനിക്ക് നാശമില്ല. കാരണം ഈ സത്സംഗത്തിലൂടെ, ഏത് സത്സംഗം? ശുകദേവൻ നടത്തിയ ആദ്യത്തെ ഭാഗവത സത്സംഗത്തിലൂടെ കേൾക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഞാനെന്ന് പറയുന്നത് ഈ നശ്വരമായ ശരീരമല്ല, ഈ നാമരൂപധാരിയായ ഞാനല്ല, ആ നാമരൂപധാരിയായ എന്നെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് പരീക്ഷിത്ത് മഹാരാജാവ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനി നീ എന്നെ കടിച്ചോ, ശാപം നടക്കട്ടെ, തക്ഷകൻ്റെ ശാപം നടക്കട്ടെ, എനിക്ക് നാശമുണ്ടാവില്ല. എന്തുകൊണ്ട്? ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഈ പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറയുന്ന നാമരൂപധാരിയല്ല ഞാൻ. ആ ശരീരത്തിൽ ആ നാമരൂപധാരിയായ പരീക്ഷത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സർവവ്യാപിയായ ചൈതന്യം എന്നിലെ താൻ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് മനസ്സിലാക്കി, ബോധിച്ചു. അതാണ് സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നില്ലേ? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം. ഇതെവിടെ പോയാണ് നേടേണ്ടത്? അതിന് ഭാര്യ, മക്കൾ, കുടുംബം ഇതിനെയൊക്കെ തള്ളിക്കളയണോ? എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ കയറി ഗുഹയ്ക്കകത്ത് കയറിയിരിക്കണോ? വേണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാമായിട്ടും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ തിരിച്ചറിയാം. ഈ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതിനെ കാണാതെ കാണണം. യപശ്യതി സപശ്യതി. അവനാണ് കാണുന്നത്. നദിക്ക് രണ്ട് കരകളുണ്ട്. ആ രണ്ട് കരകളെയും നമുക്കെടുത്ത് നോക്കിയാൽ ദ്വൈതഭാവത്തിൽ കാണാം. രണ്ട് കരകൾ. ആ രണ്ട് കരകളും നദിയുടെ ആഴങ്ങളിൽ എങ്ങനെയായിരിക്കുന്നത്? ഏകമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? മുകളിൽ രണ്ട് കരകൾ നദിക്ക്, ഇരുകരകൾ. അതേസമയത്ത് അതിൻ്റെ ആഴങ്ങളിൽ ഈ ഇരുകരകളും ഏകമായിട്ടിരിക്കുന്നു. അദ്വൈതം. ഇരുകരകളായിരിക്കുമ്പോൾ ദ്വൈതം. ആഴങ്ങളിൽ അത് ഏകമായിട്ടിരിക്കുന്നു. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഇരുകരകളും അവിടെയുണ്ട്. പക്ഷേ ആ കരകൾ
അടിത്തട്ടിൽ ഏകമായിട്ടിരിക്കുന്നു. വെള്ളമില്ല, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ വെള്ളമില്ലാത്ത അവസരത്തിലും ആ ദ്വൈതഭാവത്തിലുള്ള ഇരു കരകളും നദിയിലെ ആഴങ്ങളിൽ ഏകമായിട്ടിരിക്കുന്നു എന്ന് ഭാവനയിലൂടെ അതിനെ കാണാതെ കാണാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ആർക്കെങ്കിലും വിഷമമുണ്ടോ? നദിയുടെ ആഴങ്ങളിൽ ആ ദ്വൈതഭാവത്തിലിരിക്കുന്ന ഇരു കരകളും ആഴങ്ങളിൽ ഏകമായിട്ട് ഒന്നായിട്ടിരിക്കുന്നു. ആ ഏകമായിട്ടിരിക്കുന്ന ഭാവത്തെ, ആ ദ്വൈതഭാവത്തെ അദ്വൈതഭാവത്തിലൂടെ കാണാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. യപശ്യതി സ പശ്യതി. അങ്ങനെ മാത്രമേ ഇതിനെ കാണാനൊക്കൂ. അതുപോലെ നിങ്ങളിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, കാണാതെ മറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ നിങ്ങൾ ഓരോരുത്തരും സദാ കാണാതെ കാണണം. അതാണ് കാണാതെ കാണൽ. വൈദ്യുതിയുടെ ഉദാഹരണം പറഞ്ഞു. അതിനേക്കാൾ നല്ല ഉദാഹരണമാണ് ഈ കരയുടെ ഉദാഹരണം. നദിയുടെ രണ്ട് കരകൾ ദ്വൈതം, ആഴങ്ങളിൽ അദ്വൈതം. രണ്ടായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ഏകം മാത്രമേ ഉള്ളൂ. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുവിനെ ഏകമായിട്ട് കാണണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തു തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവാന്തര്യാമിയായ പരമാത്മ ചൈതന്യം. അതെപ്പോഴും നിങ്ങൾ ബോധത്തിൽ നിലനിർത്തിക്കൊള്ളണം. നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ നാമരൂപധാരിയായ ഞാനിൻ്റെ പരിമിത സ്വഭാവത്തോടു കൂടിയ ആളല്ല. പിന്നെയോ സർവവ്യാപിയായ ആ പരമാത്മ ചൈതന്യം, പരമേശ്വര ചൈതന്യം, ആ ദിവ്യസ്വരൂപം, ദിവ്യാത്മസ്വരൂപം. പിന്നെ നിങ്ങൾ ദിവ്യസ്വരൂപിയാണ്. അതാണ് അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. അഹമാത്മാ ഗുഡാകേശ, ഞാൻ ആ ആത്മചൈതന്യമാണ്. എങ്ങനെയുള്ള ആത്മചൈതന്യം? സർവഭൂതാശയസ്ഥിതഃ, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി വ്യാപിച്ചു നിൽക്കുന്ന ആ ഏകമായ ചൈതന്യം. അതാണ് നിങ്ങളിലെ താൻ. ഇത് നിങ്ങളിലുണ്ടായിട്ടും നിങ്ങൾ അതിനെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായിട്ട് നിങ്ങൾ താദാത്മ്യം പ്രാപിച്ചിട്ടില്ല, അതിനെ നിങ്ങൾ പിടിച്ചിട്ടില്ല, അതുമായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തുന്നില്ല. കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, എന്നിൽ അതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതുമായിട്ട് ബന്ധം പുലർത്തുന്നില്ല. ബന്ധം പുലർത്തണം. ബന്ധം പുലർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ജനിമൃതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ, ജീവൻ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കരുത്, ഇനി ഒരു ജന്മമുണ്ടാകരുത്. ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമില്ല. പക്ഷേ അതെല്ലാം ഇനി എത്രമാത്രം കൊടിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കണം. ഏതെല്ലാം ശരീരത്തിലേക്കാണ് കടന്നു പോകേണ്ടതായിട്ടുള്ളത്. ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ഉടനെ തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രാരബ്ധാനുസാരം സഞ്ചിത കർമ്മഭാണ്ഡത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ചിരിക്കുന്നതിനനുസരിച്ച് ഏതെങ്കിലും ശരീരത്തിലേക്കായിരിക്കും. അത് പട്ടിയുടേതാകാം, പൂച്ചയുടേതാകാം, മൃഗങ്ങളുടേതാകാം, പക്ഷിമൃഗാദികളുടേതാകാം, വൃക്ഷലതാദികളുടേതാകാം. അതൊക്കെ നമ്മുടെ കർമ്മഫലാനുസാരം വന്നു ഭവിക്കുന്നതാണ്.
സഞ്ചിത കർമ്മത്തിൽ നിന്നാണ് അതൊക്കെ വന്നു ചേരുന്നത്. നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളിൽ ഏതുമാകാം എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഏതെല്ലാം തരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ മനുഷ്യരും ഏതെല്ലാം തരത്തിൽ കഷ്ടപ്പെടുന്നു. ഓരോ മൃഗങ്ങളും ഏതെല്ലാം തരത്തിൽ കഷ്ടപ്പെടുന്നു. ഇത്തരം കഷ്ടപ്പാടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്താ വേണ്ടത്? ഇനി ജന്മമുണ്ടാകാതിരിക്കണം, ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. വളരെ നിസ്സാരം. മരിക്കാതിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ നിസ്സാരം. എങ്ങനെയാ മരിക്കാതിരിക്കുന്നത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. കുട്ടപ്പനോ ഗോവിന്ദനോ വസുമതിയോ കാമാക്ഷിയോ അല്ല ഞാൻ. നാമരൂപരഹിതമായി ഈ ശരീരത്തിൽ എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുമ്പോഴും എന്നിൽ ഉറങ്ങാതിരിക്കുന്ന ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് എന്നിലെ താൻ. അതാണ് എന്നിലെ സാക്ഷി ചൈതന്യം എന്ന് ബോധിച്ച് ആ ഭാവം ആരാണോ സദാ നിലനിർത്തുന്നത്, അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃപുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. അഹം സാക്ഷി, എല്ലാത്തിനും സാക്ഷി. ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി. ഈ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് ബോധമില്ലെങ്കിലും ഇതെല്ലാം നിങ്ങളിൽ കൂടി സദാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ജാഗ്രത അവസ്ഥ നിങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജാഗ്രത അവസ്ഥയിൽ നിങ്ങളിൽ കൂടി സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും നിങ്ങളിലെ സാക്ഷി ചൈതന്യം സാക്ഷിയായിട്ടിരിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങളോട് പറയുന്ന ഓരോ വാക്കും, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടു കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ആ സാക്ഷി ചൈതന്യം നിശബ്ദം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വപ്നാവസ്ഥയിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്കെല്ലാം സാക്ഷി. ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ അതിനും സാക്ഷി. ആ സാക്ഷി ചൈതന്യം ഈ മൂന്നിനും സാക്ഷിയായിട്ട് സദാ ഉറങ്ങാതിരിക്കുന്നു. ആ സാക്ഷി ചൈതന്യം സർവസാരോപനിഷത്തിൽ പറയുന്നുണ്ട്. അത് കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ്. ജ്ഞാതൃജ്ഞാനജ്ഞേയാനാം ആവിർഭാവ തിരോഭാവജ്ഞാത. ജ്ഞാതൃജ്ഞാനജ്ഞേയാനാം ആവിർഭാവ തിരോഭാവജ്ഞാത. ജ്ഞാതാവിനെയും ജ്ഞേയത്തെയും ജ്ഞാതൃത്വത്തെയും ഒക്കെ അറിയുന്ന ആ സാക്ഷി ചൈതന്യം, ആവിർഭാവ തിരോഭാവ ജ്ഞാത. ഉണ്ടാകുന്നതിനെയും ഇല്ലാതാകുന്നതിനും ഒക്കെ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. ത്രിപുടിക്ക്, നമ്മളിലുണ്ടാകുന്ന ത്രിപുടി, അറിയുന്നവൻ, അറിവ്, പിന്നെ അറിയപ്പെടുന്നത്, അതാണ് ത്രിപുടി. ഈ മൂന്ന് ത്രിപുടി ഭാവങ്ങൾക്കും സാക്ഷി. അതാണ് ജ്ഞാതൃജ്ഞാനജ്ഞേയാനാം ആവിർഭാവ തിരോഭാവ ജ്ഞാത. ഈ ത്രിപുടി ഭാവങ്ങൾ ആവിർഭവിക്കുന്നതിനും ഇല്ലാതാകുന്നതിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഏതാണോ അതിനെയാണ് സാക്ഷി ചൈതന്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നിട്ടും നിങ്ങൾ അതറിയുന്നില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും അത് സാക്ഷിയായിരിക്കുന്നു. ഈ സാക്ഷി ജാഗ്രത അവസ്ഥയിൽ
ജ്ഞാതാവിനും ജ്ഞാതൃത്വത്തിനും ജ്ഞേയത്തിനും സാക്ഷിയായിരിക്കുന്ന, ത്രിപുടികൾക്ക് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്നു ആ ചൈതന്യം. അതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. അതല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ കാലമായിട്ട് നിങ്ങൾ കേൾക്കുന്നു. എത്ര പേർ അതാണ് ഞാനെന്ന് ബോധിച്ച് സ്വയം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യെസ്, ഇന്നു മുതൽ ഈ നാമരൂപധാരിയായ പങ്കജാക്ഷിയല്ല ഞാൻ, കുട്ടപ്പനല്ല ഞാൻ, ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ. ദുർഗാനന്ദ സരസ്വതി എന്ന ഭാവത്തിൽ ഇരുന്നാലും അവനും മോക്ഷമില്ല. ഞാൻ ദുർഗാനന്ദ സരസ്വതിയാണെന്നുള്ള ഭാവത്തിലിരുന്നാലും അവനും അജ്ഞൻ തന്നെയാണ്. ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യമാണ് എന്ന ബോധത്തിലേക്ക് നിങ്ങളെ ഉയർത്തുന്നു എങ്കിൽ അത് കുടുംബത്തിലിരുന്നു കൊണ്ട് നിസ്സാരമായിട്ടാകാം. അതിന് സന്യാസിയാകേണ്ട കാര്യമൊന്നുമില്ല, കുടുംബത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ബി ഇൻ ദ ഫാമിലി, ബി വിത്ത് ദ ഫാമിലി, ബി വിത്ത് എവ്രിതിങ് ആൻഡ് റിമെമ്പർ ദാറ്റ് ഐ ആം നോട്ട് ദിസ് ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ തന്നെ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിങ്ങൾ കേൾക്കുന്നു. എത്രയോ കാലമായിട്ട് കേൾക്കുന്നു. ആ കേൾക്കുന്ന കാര്യത്തെ നിങ്ങളിൽ നിലനിർത്തുന്നില്ല. നിലനിർത്തണം. സദാ ആ ഭാവം നിങ്ങളിൽ പുലരണം. സദാ. അതാണ് അഹം സാക്ഷീതി വിദ്യ വിവിച്യ. തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതിനെ മനനം ചെയ്യണം. വിവിച്യ ഏവം പുനഃ സ ഏവ മുക്ത. അവനെയാണ് വിദ്വാൻ എന്ന് പറയുന്നത്, അറിവുള്ളവനെന്ന് പറയുന്നത്. ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ചുകൊണ്ട് കിടന്നാൽ അവനെ അറിവുള്ളവനെന്ന് പറയില്ല. ഉപനിഷത്തുകൾ മുഴുവനും കാണാതെ പഠിച്ചാൽ അവനെ അറിവുള്ളവനെന്ന് പറയില്ല. അറിവുള്ളവനെന്ന് എപ്പോഴാണ് പറയുന്നത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. അതാണ് പരീക്ഷിത്ത് മനസ്സിലാക്കിയത്. ആ പരീക്ഷിത്ത് മനസ്സിലാക്കിയ അതേ കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, തിരിച്ചറിവിലൂടെ. അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ കേൾക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ സദാ നിലനിർത്തുക, സദാ വിചാരം ചെയ്യുക. ഞാൻ ആ സാക്ഷി ചൈതന്യം, ശിവം. ആ സാക്ഷി ചൈതന്യത്തെയാണ് ശിവം എന്ന് പറയുന്നത്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം. ആ സാക്ഷി ചൈതന്യം ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ എന്താ സംഭവിക്കുന്നത്? അമംഗളസ്വരൂപം, ശവം. അതിരിക്കുമ്പോൾ ശിവം. ആ മംഗളസ്വരൂപത്തിൻ്റെ പേരാണ് ശിവം. അതുകൊണ്ടാണ് ആ മന്ത്രം നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ശിവോഹം ശിവോഹം ശിവോഹം. സദാസമയത്തും ശിവോഹം 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 എന്ന മന്ത്രം നിങ്ങളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കണം, സദാ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഒരു ദേവൻ്റെയും നാമമല്ല ഇത്. രാമമന്ത്രം നിങ്ങൾ മുഴക്കുന്ന അവസരത്തിൽ രാമനെയാണ് നിങ്ങൾ ഉള്ളിൽ കാണുന്നത്, ഭാവന ചെയ്യുന്നത്. ശിവോഹമെന്ന് പറയുമ്പോൾ ഒരു ദേവനെയും നിങ്ങൾ ഭാവന ചെയ്യുന്നില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, ആ ദിവ്യ സ്വരൂപം, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, അതിനെയാണ് നിങ്ങൾ ഭാവന ചെയ്യുന്നത്. ശിവം ശിവോഹം ശിവോഹം. ഈ മന്ത്രം ജപിക്കണം എന്ന് നിർബന്ധമുണ്ടോ സ്വാമി എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഈ മന്ത്രമെന്ന് പറയുന്നത് ഒരു ഊന്നുവടി മാത്രം. ഊന്നി നടക്കാൻ ഞാൻ ആ ശിവമാണ് എന്നുള്ള ഉറച്ച വിചാരം നിങ്ങളിലുണ്ടെങ്കിൽ എടുത്തു ദൂരെ കളയാം ഈ മന്ത്രത്തെ. നോ നീഡ് ഓഫ് ദിസ് മന്ത്ര. മന്ത്രം വെറുമൊരു ഊന്നുവടി മാത്രം. മന്ത്രത്തിൻ്റെ അടിമയാകരുത് നിങ്ങൾ. അവസാനം ഞാനിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ മന്ത്രത്തിൻ്റെ അടിമയാകേണ്ടി വരും.
അതുകൊണ്ട് മന്ത്രത്തിന് അടിമയാകരുത്. നിങ്ങൾ തിരിച്ചറിയുക, ഐ എം നോട്ട് ദിസ്, ഐ എം ദാറ്റ്. ആ സമർപ്പണ ഭാവം നമുക്കുണ്ടാകുന്ന അവസരത്തിൽ തന്നിലെ താനാണ് എന്ന് ബോധിച്ചു കഴിയുന്ന അവസരത്തിൽ നിങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനുമുള്ള ആ ശക്തിയുമായിട്ട് താദാത്മ്യം പ്രാപിച്ചു നിൽക്കും. സോക്രട്ടീസിന് ഈ അനുഭവം ഉണ്ടായി. സോക്രട്ടീസ് അദ്ദേഹം ഒരു മിസ്റ്റിക്കായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ നടക്കാൻ പോയതിനു ശേഷം സോക്രട്ടീസ് തിരിച്ച് വീട്ടിൽ വന്നില്ല. എല്ലാവരും സോക്രട്ടീസിനെ അന്വേഷിച്ച് പുറത്തെല്ലാം അന്വേഷിച്ചു, സർവ്വ ആളുകളും അന്വേഷിച്ചു. പക്ഷേ ഒരു സ്ഥലത്തും അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. വീട്ടിലാരും ഉറങ്ങിയിട്ടില്ല. പാതിരാത്രി കഴിഞ്ഞിട്ടും അദ്ദേഹം വന്നിട്ടില്ല. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ സോക്രട്ടീസ് ഒരു മതിലിൽ ചാരി, ഒരു മരത്തിൽ ചാരി അങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുട്ടുവരെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. രാത്രി മുഴുവനും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. രാത്രി മുഴുവനും മഞ്ഞ് മൂടി ഒരു മരത്തിൽ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടെത്തിയ ആൾക്കാർ സോക്രട്ടീസിനെ വിളിച്ചിട്ടൊന്നും അദ്ദേഹം അനങ്ങുന്നില്ല. ശരീരത്തിൽ പിടിച്ച് കുലുക്കിയപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂര്യൻ ഉദിച്ചോ? ആഹാ, ഞാൻ എവിടെയാണ്? അദ്ദേഹം രാത്രിയിൽ അവിടെ വരുന്ന അവസരത്തിൽ അദ്ദേഹം ആ പ്രകൃതിയുമായിട്ട് താദാത്മ്യം പ്രാപിച്ചു. ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ, നക്ഷത്രജാലങ്ങൾ, തെളിഞ്ഞ അന്തരീക്ഷം, അതുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം തന്നിലെ താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത് എന്ന ഭാവത്തിൽ അദ്ദേഹം ലയിച്ചുപോയി. തന്നിലെ താൻ തന്നെയാണ് ഈ ആകാശമായിട്ടും ചന്ദ്രനായിട്ടും നക്ഷത്രമായിട്ടും പ്രകാശിച്ച് നിൽക്കുന്നത് എന്ന ഭാവം അദ്ദേഹത്തിൽ ഉണർന്നു. ആ ഭാവത്തിലൂടെ അദ്ദേഹം ഏകീഭവിച്ചപ്പോൾ കണ്ണുകളടഞ്ഞു. അങ്ങനെ സമാധിസ്ഥനായിട്ട് ആ മരത്തിൽ ചാരി അങ്ങനെ നിന്നു. നേരം വെളുക്കുന്നത് വരെ, ആളുകൾ വന്ന് വിളിക്കുന്നത് വരെ. അതാണ് സമാധി. സമാധിസ്ഥനായിപ്പോയി. ആ ഭാവം ഏകാഗ്രമായി തീർന്നു. അതുപോലെ എല്ലാവർക്കും ആ ഭാവം ഉണ്ടാകാം. നിങ്ങൾക്കും ആ ഭാവമുണ്ടാകാം. ഭാവമുണ്ടാകണമെങ്കിലുള്ള ഭാവം ഏതായിരിക്കണം? നിങ്ങളിലെ ഞാനിൽ നിന്ന് നിങ്ങൾ വേർപെടണം. ഞാനിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ ഭാവത്തിലേക്ക് ഉയരാനും കഴിയുകയില്ല. അപ്പോൾ സ്വാമി ഇതിത്തിരി കടുക്കും. ഞാനിനെ വിടാൻ ആർക്കും ആഗ്രഹമില്ല. ഞാനിനെ കെട്ടിപ്പിടിച്ചാണ് നമ്മളിരിക്കുന്നത്. എത്ര നിങ്ങൾ കേട്ടാലും ആരെങ്കിലും ഞാനിനെ വിടാൻ തയ്യാറാണോ? ആരെങ്കിലും ഞാനിനെ വിടുന്നുണ്ടോ? വിട്ടു നോക്കണം. വല്ലപ്പോഴുമെങ്കിലും വിട്ടു നോക്കണം. ഇല്ലാതെ അങ്ങനെ അതാണ് മറ്റേ പ്രാക്ടീസ്, അൺവൈൻഡിങ് നിങ്ങൾ കൃത്യമായിട്ടും ശീലിച്ചു വന്നാൽ ആ ഞാനിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് മാറ്റി സാക്ഷിഭാവത്തിൽ നിർത്തുന്ന ഒരു പ്രാക്ടീസാണ് അൺവൈൻഡിങ്. നിസ്സാരമായിട്ട് കാണരുത്. ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ ഉണർന്നത് മുതൽ ഉറങ്ങാൻ തുടങ്ങുന്നത് വരെയുള്ള ആ കാര്യങ്ങളെ പിന്നിൽ നിന്ന് മുന്നിലേക്ക്. അൺവൈൻഡിങ് അതാണ്. ഉണർന്നത് മുതൽ ഉറക്കം വരുന്നത് വരെയുള്ള കാര്യങ്ങളെ അല്ല ആലോചിക്കേണ്ടത്, മനസ്സാകുന്ന സ്ക്രീനിലേക്ക് കൊണ്ടുവരേണ്ടത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അപ്പോൾ മുതൽ ഉറങ്ങുന്നതിന് മുൻപ് ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു, കുറേ സമയം പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെല്ലാം വളഞ്ഞിരുന്ന്
തൻ്റെ മൂത്ത മകളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ചെറുക്കനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വീട്ടിലുള്ളവരുമായിട്ടെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംഭവമാണ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നടന്നത് എങ്കിൽ ആ സംഭാഷണത്തെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ അതിനെ സാക്ഷിഭാവത്തിൽ മാറി നിന്ന് കാണുക. അതിനകത്ത് നിങ്ങളും ഉണ്ട്, ഇല്ലേ? ആ ചർച്ചയിൽ നിങ്ങളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ ആ സംഭവത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ സാക്ഷിഭാവത്തിൽ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അതിന് മുൻപ് നടന്ന കാര്യം എല്ലാവരും കൂടിയിരുന്ന് ആഹാരം കഴിക്കുന്നു. ആ ആഹാരം കഴിക്കുന്ന സമയത്തും ഈ വരനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അതിനും നിങ്ങൾ ആ ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ അൺവൈൻഡിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ സാക്ഷിയായിട്ട് ആ ഊണുമേശയ്ക്ക് അരികിൽ നിന്നുകൊണ്ട് നിങ്ങളെയും മറ്റുള്ള എല്ലാവരുടെയും സംഭാഷണങ്ങളെ ശ്രദ്ധിക്കുന്നു. അൺവൈൻഡിങ് അതിൻ്റെ പിന്നിലെ കാര്യം. ഇനി അതിൻ്റെ പിന്നിൽ നടന്നത് അങ്ങനെ ഓരോന്നായിട്ട് പിന്നിൽ നിന്ന് ഉണർന്നതുവരെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും വിടാതെ ഒന്നൊന്നായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഉണർന്നതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഇതുപോലെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അഴിച്ചു കളയുകയാണ്. രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ളതെല്ലാം വൈൻഡ് ചെയ്യുകയായിരുന്നു. വൈൻഡിങ്. ഇവിടെയാണെങ്കിൽ എന്താ നടക്കുന്നത്? അൺവൈൻഡിങ്, അഴിക്കുന്നു. അഴിച്ചഴിച്ച് പോകുന്ന അവസരത്തിൽ ഇതിനിടയ്ക്ക് എന്തെല്ലാം അസ്വസ്ഥതകൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ അഴിഞ്ഞു പോകുന്നതിലൂടെ ആ അസ്വസ്ഥതകളും അഴിഞ്ഞു പോകും. ഓരോ പ്രശ്നങ്ങളും നടക്കുന്ന അവസരത്തിൽ മറ്റുള്ളവൻ നമ്മളുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ എനിക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒരുപാടുണ്ടായി. ഉച്ചയ്ക്കുള്ള കാര്യം കൊണ്ടുവന്നപ്പോൾ ഒരുത്തനുമായിട്ട് വഴക്ക് കൂടി അവൻ 2 ചീത്തയൊക്കെ പറഞ്ഞു. ആ ചീത്ത കേട്ടപ്പോൾ തനിക്ക് ഒരുപാട് മനോപ്രയാസങ്ങളുണ്ടായി, അസ്വസ്ഥതകളുണ്ടായി. അതെല്ലാം ആ സ്ക്രീനിൽ വന്നപ്പോൾ അഴിഞ്ഞു പോയപ്പോൾ ആ അസ്വസ്ഥതകളെല്ലാം അതിൽ കൂടി അഴിഞ്ഞു പോകുന്നു. പിന്നെ ആ അസ്വസ്ഥതകൾ അവനെ ഉപദ്രവിക്കുകയില്ല. അതുപോലെയുള്ള സംഭവങ്ങളിലൂടെ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള മനോപ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ എല്ലാം അഴിഞ്ഞു പോകുന്നു. അതിലൂടെ പിന്നെ അത് ഒരു ഉപദ്രവമായിട്ട് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുകയില്ല. അതുകൊണ്ട് ഇത് ചെയ്യുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങളുണ്ടാകുന്നു. സുഖകരമായ ഉറക്കം കിട്ടും. മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാകും. മാനസികമായിട്ട് നിരന്തരം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. ആ മുൻ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള മാനസികാസ്വാസ്ഥ്യങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ഇല്ലാതാകണമെങ്കിൽ എന്താ വേണ്ടത്? പിന്നിലേക്ക് വീണ്ടും നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കണം. ഇതിപ്പം ഒരു ദിവസത്തെ അൺവൈൻഡിങ് ആണ് പറഞ്ഞത്. ആ ഒരു ദിവസത്തെ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജന്മം മുഴുവൻ, നിങ്ങൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള ജനിച്ചത് മുതൽ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളെയും അൺവൈൻഡിങ്ങിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ദ സെയിം. ഇന്നത്തെ ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ ഉണർന്നത് വരെയുള്ളതെടുത്തതുപോലെ അവിടെ എങ്ങനെയാണ്? ഇന്നലത്തേത്, മെനഞ്ഞാന്നത്തേത്, 4 നാളത്തേത്, അങ്ങനെ ഒന്നൊന്നായിട്ട് പിന്നിലേക്ക് പോകുമ്പോൾ എങ്ങനെ
നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ യൗവനത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബാല്യത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ശൈശവത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഒന്നൊന്നായിട്ട് നിങ്ങളുടെ മനസ്സാകുന്ന സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ വിശകലനം ചെയ്തു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള സുപ്രധാന കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരുന്ന അവസരത്തിൽ അതിലൂടെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാനസികമായ അസ്വസ്ഥതകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പോഴും ചില സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള പേടി, ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ അതുവഴി നടന്നു പോകാറില്ല. ഇപ്പം എന്താ, പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുവഴി നടന്നു പോകാനുള്ള ഭയം ഇപ്പോഴും മനസ്സിനകത്തുണ്ട്. ആ ഭയപ്പാടെല്ലാം ഇങ്ങനെ അഴിയുന്നതിലൂടെ ഇല്ലാതായിത്തീരും. ആ ഭയപ്പാട് മാത്രമല്ല, ഏതെല്ലാം തരത്തിലുള്ള മാനസിക രോഗങ്ങൾ, പല രോഗങ്ങൾക്കും നമ്മൾ വൈദ്യരെ കാണുന്നു, ഡോക്ടറെ കാണുന്നു, പക്ഷേ എത്ര ചികിത്സിച്ചിട്ടും ആ രോഗം ഭേദമാകുന്നില്ല. കാരണം മരുന്നുകൊണ്ട് ഭേദമാകേണ്ട രോഗമല്ല അത്. മാനസികമായ അപഗ്രഥനത്തിലൂടെ മാറേണ്ട രോഗങ്ങളാണ്. ആ മാനസികമായ അപഗ്രഥനത്തിലൂടെ മാറേണ്ട സർവ്വരോഗങ്ങളും ഈ തരത്തിലുള്ള അൺവൈൻഡിങ്ങിലൂടെ, വാർദ്ധക്യം, യൗവനം, ശൈശവം, കൗമാരം, ശൈശവം, അല്ലേ, ബാല്യം, ഇങ്ങനെ ആ ക്രമത്തിന് നിങ്ങളെടുത്തോണം, ക്രമമായിട്ട് കൊണ്ടുപോകണം. ശൈശവം അവസാനത്തേത്. അങ്ങനെ പോയി നിങ്ങൾ ജനനത്തിൻ്റെ സമീപത്തെത്തും. നിങ്ങൾ ജനിക്കുന്ന ആ സന്ദർഭത്തിലെത്തും. ജനിക്കുന്ന സന്ദർഭത്തിലെത്തുകയില്ല. ചില ആളുകൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ 5 വയസ്സ് വരെ ഓർമ്മിക്കാൻ സാധിക്കും, അല്ലേ? ചില ആളുകൾക്ക് 3 വയസ്സ് വരെ ഓർമ്മിക്കാൻ സാധിക്കും. നല്ല കാഞ്ഞ ബുദ്ധിയുള്ളവർക്ക്, അല്ലേ, 3 വയസ്സ് വരെ ഒക്കെ ഓർക്കാൻ സാധിക്കും. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോവുകയില്ല. അങ്ങോട്ട് പോകാതിരിക്കുന്ന അവസരത്തിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ 5 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ ഉണ്ടായിട്ടുള്ള നമുക്ക് ഓർക്കാൻ കഴിയുന്ന ആ സംഭവത്തെ, ഏതെങ്കിലും ഒരു സംഭവത്തെ എടുത്ത് വിചാരം ചെയ്തുകൊണ്ട് കിടക്കുകയാണെങ്കിൽ, അതുതന്നെ ഭാവന ചെയ്തുകൊണ്ട് കിടക്കുകയാണെങ്കിൽ, പിറ്റേ ദിവസം ആ സംഭവത്തിനും പിന്നിലേക്കുള്ള സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ താനെ വെളിപ്പെടും. ആ വെളിപ്പെടുന്ന സംഭവത്തെ വീണ്ടും അടുത്ത ദിവസം ഉറങ്ങാൻ സമയത്ത് നിരന്തരമായിട്ട് ഭാവന ചെയ്തുകൊണ്ട് കിടന്നാൽ, ഉറക്കം വരുന്നതുവരെ അതുതന്നെ ഭാവന ചെയ്തുകൊണ്ട് കിടന്നാൽ, അതിൻ്റെയും പിന്നിലുള്ളത് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നിങ്ങളിൽ പ്രത്യക്ഷമാകും. അങ്ങനെ പിന്നിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ ജനന ദിവസം വരെ നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കും. അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അൺവൈൻഡിങ്ങിലൂടെ. അപ്പോൾ ഇനി ഒരുപാടൊന്നും വേണ്ട. അങ്ങനെ ബുദ്ധനും മഹാവീരനുമൊക്കെ ആ തരത്തിൽ അൺവൈൻഡിങ് നടത്തി അനവധി ജന്മങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് പുനർജന്മം ഉണ്ട്. അവരുടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് അവർ പ്രവേശിച്ചിട്ടുണ്ട്. ബുദ്ധൻ പ്രവേശിച്ചിട്ടുണ്ട്, മഹാവീരൻ പ്രവേശിച്ചിട്ടുണ്ട്, ജൈനമത സ്ഥാപകൻ വർദ്ധമാന മഹാവീരൻ. അതുകൊണ്ടാണ് അവരൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് പുനർജന്മം ഉണ്ട്, ഇത് ചുമ്മാ വെടി പറയുന്നതല്ല, ഇതൊക്കെ ഉള്ളതാണ്. ആ തരത്തിലുള്ള പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളിലെ ഞാനിൽ നിന്ന് നിങ്ങളിലെ യഥാർത്ഥ ഞാനിനെ തിരിച്ചറിഞ്ഞ്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ബോധിച്ച് സ്വയം ഡിക്ലെയർ ചെയ്യണം, ഐ ആം ദാറ്റ്.
ചുമ്മാ കേട്ടോണ്ടിരുന്നാൽ നിങ്ങളാകത്തില്ല. നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്യണം, ഈ കുട്ടപ്പനല്ല ഞാൻ, ഈ ഗോപാലകൃഷ്ണനല്ല ഞാൻ, എന്നിൽ നാമരൂപധാരിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്നിലെ താൻ എന്ന് ബോധിച്ച് നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്യണം, യെസ്, ഇനി മുതൽ ഞാൻ അതാണ്, ഐ എം ദാറ്റ്. അല്ലേ? ആരുടെ പുസ്തകം? നിസർഗദത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഐ എം ദാറ്റ്. ഒരവധൂതൻ, ഐ എം ദാറ്റ്. നിങ്ങൾക്ക് നിസ്സാരമായിട്ട് പറയാം ഐ എം നോട്ട് ദിസ്, ഐ എം ദാറ്റ്. എപ്പോഴാണ് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം കിട്ടുന്നത്? ഈ ബോധത്തിലേക്ക് നിങ്ങൾ ഉണരുമ്പോൾ. ഇല്ലാതെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നാൽ ചത്തുപോകും, പിന്നെ എവിടെയെങ്കിലും ജനിക്കും. അതിനുള്ള അവസരം കൊടുക്കരുത്. ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മത്തെ മഹത്തരമാക്കി തീർക്കണം. ഇതറിയുന്നില്ലെങ്കിൽ അവിജ്ഞാതേ ജന്മനഷ്ടം. ഇതിനെ അറിയുന്നില്ലെങ്കിൽ ഈ ജന്മം നഷ്ടം, കിട്ടിയിട്ടും പ്രയോജനമില്ല. വിജ്ഞാതേ ജന്മ സാർത്ഥകം. ഇതറിയുകയാണെങ്കിൽ എന്താ അറിയുന്നത്? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോ ശരീരത്തിൽ. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ വ്യത്യാസമൊന്നുമില്ല, ജാതി മത പരിഗണനകളൊന്നുമില്ല. മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സത്യമായ കാര്യങ്ങളാണ് ഇത്. അത് മുസ്ലിമായാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, അറബി ആയാലും ശരി, അമേരിക്കക്കാരനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും ശരി, ഈ അറിവിലൂടെ മാത്രമേ ഒരാളിന് ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക്, ആ സാക്ഷാത്കാര നിലയിലേക്ക് ഉയരാൻ സാധിക്കൂ. എല്ലാവർക്കും സാധിക്കും, സർവ്വ ആളുകൾക്കും. ജാതി മത പരിഗണനകൾ കൂടാതെ സർവ്വ ആളുകൾക്കും സാക്ഷാത്കാരം. അതാണ് ഈ സനാതനധർമ്മത്തിലുള്ള അറിവ്. വേറെ ഒരിടത്തുമില്ല. വേറെ ഏത് മതത്തിലാണ് ഉള്ളത്? ഇത് സനാതനധർമ്മം, ഇത് മതസംബന്ധിയല്ല, ഇത് അറിവ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ. എന്തുകൊണ്ട്? ഞാനിൽ നിന്ന് മാറി എന്നിലെ താനിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണ്? സർവവ്യാപിയായ സച്ചിദാനന്ദ സ്വരൂപം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, ശിവോഹം ശിവോഹം ശിവോഹം. ഏത് മന്ത്രമാണോ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത് അതായി തീർന്നു. നിങ്ങൾ ശിവോഹം ശിവഹ അഹം സദാ, ആ ഭാവം നിങ്ങളിൽ പ്രകാശിച്ചു നിൽക്കണം സദാ. ഇതിന് സ്വാമിയാകേണ്ട കാര്യമൊന്നുമില്ല. ഭർത്താവിനെ കളയേണ്ട, ഭാര്യയെ കളയേണ്ട, മക്കളെ കളയേണ്ട, കുടുംബം കളയേണ്ട. ബി വിത്ത് എവറിത്തിങ് ആൻഡ് ബി വിത്ത് ദിസ് ഭാവ. കീപ് ദിസ് ഭാവ ആൾവേസ്. ദാറ്റ് ഈസ് ആധ്യാത്മികത, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അല്ലാതെ വേഷം കെട്ടി നടക്കുന്നതൊന്നുമല്ല ആധ്യാത്മികത. എല്ലാവർക്കും, സർവ്വ ആളുകൾക്കും ഇനി ജന്മമില്ലാത്ത ആ മഹോന്നത നിലയിലേക്ക് ഉയരാനുള്ള ലളിത മാർഗം. എന്താ ഞാനെന്ന് പറയുന്നത്? ഈ നാമരൂപധാരിയായ ഞാനല്ല. അദ്വൈതാനുഭൂതിയിലെ 36-ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ആ അദ്വൈതാനുഭൂതിയിലെ 36-ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എന്താണ്? ദേഹോനാഹം പ്രദൃശ്യത്വാത്. ദേഹോനാഹം പ്രദൃശ്യത്വാത്. കാണപ്പെടുന്നത് കൊണ്ട്, ദൃശ്യമായിരിക്കുന്നത് കൊണ്ട് ഈ ദേഹമല്ല ഞാനെന്ന് പറയുന്നത് എന്നിലെ താൻ അദൃശ്യമായിരിക്കുന്നു. അല്ലേ?
എന്നിലെ താൻ അദൃശ്യമായിരിക്കുന്നു, എന്നിലെ ഞാൻ ദൃശ്യം. അതാണ് ഇവിടെ പറയുന്നത്. ദേഹോ നാഹം ദൃശ്യത്വാത്, കാണപ്പെടുന്നത് കൊണ്ട് ഈ ശരീരമല്ല ഞാൻ. ഭൗതികത്വാൻ ന ച ഇന്ദ്രിയം, ജഡവസ്തുക്കളെ കൊണ്ട്, ഭൗതിക വസ്തുക്കളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നത് കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളും ഞാനല്ല. മനോബുദ്ധി അഹങ്കാരാദികൾ ഒന്നും ഞാനല്ല. എന്തുകൊണ്ട്? അതെല്ലാം ഭൗതിക ജഡവസ്തുക്കളാൽ നിർമ്മിതങ്ങളാണ്. അതുകൊണ്ട് അവയും ഞാനല്ല. പ്രാണോനാഹം അനേകത്വാത്, പ്രാണനും ഞാനല്ല. എന്തുകൊണ്ട്? അത് അനേകങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. എന്നിലെ താൻ എങ്ങനെയുള്ളതാണ്? ഏകം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ആ ഏകമായ ചൈതന്യം അതെവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, നിങ്ങളിലെ സാക്ഷി ചൈതന്യമായിട്ടിരിക്കുന്നു. അവനെ നിങ്ങൾ കാണാതെ കാണണം. എങ്ങനെ കാണാതെ കാണും? നദിയുടെ അടിയിൽ മുകളിൽ രണ്ടായിട്ട് കാണപ്പെടുന്ന കരകൾ, ദ്വൈതഭാവത്തിൽ കാണപ്പെടുന്ന ആ രണ്ട് കരകളും വെള്ളത്തിനടിയിൽ ഏകമായിട്ടിരിക്കുന്നു. അല്ലേ? അതിനെ നിങ്ങൾക്ക് വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ കഴിയില്ല, പക്ഷേ ഭാവനയിലൂടെ നിങ്ങൾക്ക് കണ്ടുകൂടെ? അതാണ് കാണാതെ കാണൽ. അതുപോലെ നിങ്ങളുടെയും ഉള്ളിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ കാണാതെ കാണണം. എപ്പോഴും കാണണം, സദാ കാണണം. നിങ്ങൾ സദാ അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരായി മാറുന്നു? സദാ ശിവം. നിങ്ങൾക്ക് പേര് മാറ്റാം, നിങ്ങൾക്ക് പേര് മാറ്റാം. സദാശിവം. കമലാക്ഷി അമ്മയ്ക്കും പേര് മാറ്റാം. എന്താ? ഇനി മുതൽ ഞാൻ സദാശിവം. അത് നിങ്ങൾ സ്ത്രീയല്ലേ, പിന്നെങ്ങനെ സദാശിവൻ എന്ന് പറയുന്ന ആണല്ലേ? ശിവൻ എന്നല്ലല്ലോ പറഞ്ഞത്, ശിവം, മംഗളസ്വരൂപം, സദാശിവം. ആണും പെണ്ണും അവിടെ ഇല്ല. ആ ചൈതന്യ സ്വരൂപത്തിൽ ആണും പെണ്ണുമുള്ള വ്യത്യാസമില്ല. സദാശിവം. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള വ്യത്യാസമില്ല. ഉണ്ടോ? ഇല്ല. അതൊക്കെ ഉപരിപ്ലവമായിട്ടുള്ള ഭാവങ്ങളാണ്, അതൊക്കെ അസത്യങ്ങളാണ്. അതിൻ്റെ പേരിൽ നമ്മളെല്ലാം അടിമകളാക്കപ്പെട്ടിരിക്കുകയാണ്. പള്ളികളുടെയും അമ്പലങ്ങളുടെയും മോസ്കുകളുടെയും ഒക്കെ കീഴിൽ നമ്മളെല്ലാം അടിമകളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിമത്വമാണ് നാം താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള മോചനമാണ് അറിവിലൂടെയുള്ള മോചനം. അതാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഞാനെന്ന് പറയുന്നത്? ആ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം. അത് അവിടെ ഹിന്ദുവുമില്ല, ക്രിസ്ത്യാനിയുമില്ല, മുസൽമാനുമില്ല. ആ സാക്ഷി ചൈതന്യം ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല, മുസ്ലിമുമല്ല, അമേരിക്കക്കാരനുമല്ല, ആഫ്രിക്കക്കാരനുമല്ല, ഒന്നുമല്ല. അത് സാക്ഷി ചൈതന്യം. അതുതന്നെയാണ് പട്ടിയിലും പൂച്ചയിലും സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അവിനാശിയായ വസ്തു, ഒരിക്കലും നാശമില്ലാത്ത ആ വസ്തുവിനെക്കുറിച്ച് നിങ്ങൾ സദാ ഭാവന ചെയ്യുക. സദാ നിങ്ങൾ അതിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുക. സദാശിവഭാവത്തിൽ ഇരിക്കത്തക്കവണ്ണമുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്